അനിൽ മുഹമ്മദ് പറഞ്ഞതാണ് ശരി. എന്തിനാണ് റഹീമിനെ നാട്ടിലുടനീളം കൊണ്ടു നടന്ന് താരപരിവേഷം നൽകി പൊന്നാടയണിയിച്ച് സ്വീകരിച്ച് ഒരു വീരകൃത്യം ചെയ്ത ജേതാവിനെ പോലെ വലിയ സ്വീകരണങ്ങളെല്ലാം ഒരുക്കി ആയിരങ്ങൾ ദർശിക്കാനെത്തി റോഡുകളൊക്കെ ബ്ലോക്കാക്കുന്നത് എന്ന അനിൽ മുഹമ്മദിന്റെ ചോദ്യം പ്രസക്തമാണ്. എന്നാൽ കൊലപാതകത്തിന്റെ സ്വഭാവം പറയുന്നതിൽ അനിൽ മുഹമ്മദിന്റെ നിരീക്ഷണത്തോട് യോജിക്കാൻ കഴിയുന്നില്ല. പ്രായത്തിന്റെ അപക്വത കാരണം അയാളിൽ നിന്നുണ്ടായ മനഃപൂർവമായ കൊലപാതകമായിരുന്നു അത് എന്ന നിരീക്ഷണം തെളിവില്ലാത്തതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എന്നാൽ അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന റഹീമിന്റെ ഒരു വാദം മുൻനിർത്തി അതിൽ പല സംശയങ്ങളും അവശേഷിക്കുന്നതിനാൽ അതേ പ്രകാരം സ്വീകരിക്കാനും നമുക്ക് തെളിവില്ല. അതിനാൽ കൊലപാതകത്തിന്റെ സ്വഭാവം അബദ്ധത്തിലോ മനഃപൂർവമോ എന്ന കാര്യം തീരുമാനിക്കാൻ നമുക്കാർക്കും കഴിയില്ല. ആ വഴി നമുക്ക് വിടാം. അതേസമയം നിയമത്തിന്റെ മുമ്പിൽ അയാൾ കുറ്റവാളിയാണ്, കൊലയാളിയാണ്. ആ നിലയിലാണ് ജയിലിൽ ഇക്കാലം അത്രയും കഴിഞ്ഞത്. റഹീമിന്റെ വാദപ്രകാരം അയാളിൽ നിന്നും അബദ്ധവശാൽ സംഭവിച്ച കൊലപാതകമാണെങ്കിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന് ദിയയാണ്. ദിയ എന്നാൽ ബ്ലഡ് മണി നൽകുക. അത് അബദ്ധവശാൽ സംഭവിച്ച കൊലപാതകമാണെന്ന് സമ്മതിക്കുന്ന പക്ഷം പ്രതിക്ക് ഒഴിവ് കഴിവുകളുണ്ട്. അപ്പോൾ പിന്നെ അയാളുടെ ആഖിലത്തുകളാണ് അത് നിർവഹിക്കേണ്ടത്. ആഖില എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബത്തിൽ അനന്തരാവകാശികളായി വരുന്ന അസബക്കാരായ ആളുകളാണ്. അതിൽ നിന്ന് ഉപ്പയും പുത്രനും ഒഴിവാണ് എന്നാണ് ഇസ്ലാമിൻ്റെ വിധി. പിതാവും പുത്രനുമല്ലാത്ത അസബക്കാരായ മറ്റുള്ള അനന്തരാവകാശികൾക്കാണ് ആഖിലത്തുകൾ എന്ന് പറയാം. ഈ ആഖിലകൾ 3 വർഷം കൊണ്ടാണ് ഈ ബ്ലഡ് മണി നൽകേണ്ടത്. 100 ഒട്ടകമാണ് കൊടുക്കേണ്ടത്. 5 ഇനം ഒട്ടകങ്ങളിൽ നിന്ന് ഓരോ ഇനത്തിൽ നിന്നും 20 എണ്ണം വീതം, അങ്ങനെ 100 ഒട്ടകമാണ് കൊടുക്കേണ്ടത്. ഈ കാലത്ത് അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാൽ അതാത് കോടതികളും മറ്റും തീരുമാനിക്കുന്ന നഷ്ടപരിഹാര തുകയാണ് കൊടുക്കേണ്ടത്. 34 കോടി രൂപയാണ് റഹീമിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് സമാഹരിച്ച് നൽകപ്പെട്ടത് വഴിയാണ് അദ്ദേഹത്തിന് മോചനം സാധ്യമായി നാട്ടിലേക്കെത്തിയത്. ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു അബദ്ധത്തിലാണെങ്കിൽ പോലും, ഇനി മനഃപൂർവ്വമാണോ അബദ്ധമാണോ എന്ന് റഹീമിനെ അറിയുകയുള്ളൂ. അത് റഹീമാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിലെത്തുമ്പോൾ എന്തായിരിക്കും അയാളുടെ സ്ഥിതി എന്ന് അയാളാണ് ചിന്തിക്കേണ്ടത്. ഏത് വിധത്തിലാണെങ്കിലും ശരി, അയാൾ അവിടെ നിന്നും നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു വീരകൃത്യം ചെയ്ത, സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കുമൊക്കെ എന്തോ നേട്ടങ്ങൾ ചെയ്ത ഒരു വീരേതിഹാസം സൃഷ്ടിച്ച ഒരു മഹാവീരപുരുഷനെ പോലെ നാടൊന്നാകെ അയാളെ സ്വീകരിക്കുന്നതിൽ ചില അസാംഗത്യങ്ങളുണ്ട്, അനൗചിത്യങ്ങളുണ്ട്. കാരണം അത് സമൂഹത്തിന് നൽകുന്നത് ഒരു തെറ്റായ സന്ദേശമായിരിക്കും. അതിലേറെ, അയാളെക്കാളേറെ സ്വീകരിക്കുവാനും പൊന്നാട അണിയിക്കാനും ആദരിക്കുവാനും ഏറ്റവും അനുയോജ്യമായത് അദ്ദേഹത്തിന് ആ 34 കോടി സമാഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ബോബിച്ചേട്ടൻ, ബോച്ചെ എന്ന് പറയുന്ന ആ മനുഷ്യ സ്നേഹിയാണ്. അയാളോട് സഹകരിച്ച മറ്റുള്ള ആളുകളുമാണ്. അവരെയാണ് നാം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ വേണമെന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ റഹീമിൽ എന്തൊരു പുണ്യമാണുള്ളത്? അയാളെ ഇങ്ങനെ വലിയൊരു സംഭവമാക്കി മാറ്റാൻ. ഇതിൽ നിന്ന് കിട്ടുന്നത് എന്ത് കുറ്റകൃത്യം ചെയ്താലും ശരി, അവരെയൊക്കെ സ്വീകരിക്കുവാനും രക്ഷപ്പെടുത്തുവാനും സമൂഹത്തിലെയും സമുദായത്തിലെയും പല നേതാക്കന്മാരും പ്രവർത്തകരും രാഷ്ട്രീയക്കാരും
അധികാരികളും ഒക്കെ ഉണ്ടാകും. എല്ലാറ്റിൽ നിന്നും മലയാളി ജനം മുഴുവൻ തെറ്റുകുറ്റങ്ങൾ എന്ത് ചെയ്താലും രക്ഷപ്പെടുത്താൻ മുന്നിലുണ്ടാകും. വലിയ ആദരവും ബഹുമാനവും കിട്ടും. ഒരു ഒരു ചാനലും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഫോളോവേഴ്സും അതുപോലെ സബ്സ്ക്രൈബ്സും ഒക്കെ ഇഷ്ടം പോലെ വന്ന് അത് തന്നെ ഒരു ജീവിതമാർഗമാക്കി മാറ്റാൻ വരെ സാധിക്കുമെന്ന് പല ക്രിമിനലുകളും ചിന്തിക്കാൻ ഇടവരൂലേ? സമൂഹത്തിനും സമുദായത്തിനും നൽകുന്ന തെറ്റായ സന്ദേശമാണിത്. അതുകൊണ്ട് കൊലയാളിയായ അബദ്ധത്തിലാണെന്ന് സമ്മതിച്ചാൽ തന്നെ ഒരു കൊലയാളിയും കുറ്റവാളിയുമായിരിക്കുന്ന ഒരാളെ ഈ വിധം സ്വീകരിക്കാൻ നിൽക്കുന്നത് ഒരു ഔചിത്യമുള്ള കാര്യം അല്ല എന്നാണ് എൻ്റെയും അഭിപ്രായം. ഇനി ഒരിക്കൽ നമ്മുടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയും കൂടെ വധശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നല്ലോ. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് വഴി അതിൽ നിന്നും അവർ മോചിതയായി. കൊലപാതകത്തിൽ നിന്ന്, വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് മനഃപൂർവ്വമുള്ള കൊലപാതകമാണ് എന്നാണ് പറയുന്നത്. അല്ല, എനിക്കതിൽ പങ്കില്ല എന്ന് അവരും പറയുന്നുണ്ട്. എന്തോ ആവട്ടെ, ഒരു കൊലപാതകത്തിന്റെ കാരണത്താൽ ശിക്ഷ അനുഭവിക്കുകയാണ്, വധശിക്ഷ വിധിച്ചിരിക്കുകയായിരുന്നു. അതിൽ നിന്നും കാന്തപുരം ഉസ്താദ് രക്ഷപ്പെടുത്തി എന്ന് പറയാം. ആത്യന്തികമായ ഫലം അങ്ങനെയാണ് വന്നത്. ഇനി അവർ അവിടുന്ന് മോചിതയായി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ നിമിഷപ്രിയയെയും നാടാകെ കൊണ്ടു നടന്ന് റോഡുകളിലും അങ്ങാടികളിലും വലിയ സ്വീകരണങ്ങൾ ഒരുക്കി അവർക്കും പൊന്നാട അണിയിച്ച് ഒരു മഹാസംഭവമാക്കി മാറ്റുക. ഒരു കൊലയാളിയായിരിക്കുന്ന, കുറ്റവാളിയായിരിക്കുന്ന പ്രതിയെ മലയാളികൾ ഒന്നിച്ച് ആദരിച്ച് പൊന്നാട അണിച്ച് സ്വീകരിക്കുന്നൊരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അവരെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെടലുകൾ നടത്തിയ കാന്തപുരം ഉസ്താദിനെ ബോബി ചേട്ടന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്ന ആൾ എന്ന നിലയിൽ കാന്തപുരം ഉസ്താദിനും വലിയ സ്വീകരണങ്ങളൊക്കെ അങ്ങാടികളിലൊക്കെ കൊടുക്കുകയായി. എന്താണിത്? അതുകൊണ്ട് അത്തരം പരിപാടികളൊക്കെ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പറയുന്നത്, റഹീമിന് രണ്ടാമതൊരു ബാധ്യത കൂടിയുണ്ട്. അതാണ് പ്രായശ്ചിത്തം നൽകൽ. അബദ്ധവശാൽ നടന്ന കൊലപാതകമാണെങ്കിൽ പോലും ഖത്അൻ, അബദ്ധ കൊലപാതകം, അതുപോലെ ഷിബ്ഹ് അംദ്, മനഃപൂർവ്വത്തിന് തുല്യമായ ഒരു കൊലപാതകം, ഈ രണ്ട് സംഗതികൾ നടന്നാലും അവിടെ പ്രായശ്ചിത്തമുണ്ട്. പ്രായശ്ചിത്തം എന്നത് ഒരു സത്യവിശ്വാസിയായ അടിമയെ മോചിപ്പിക്കലാണ് റഹീമെ. അതിപ്പോൾ ഇവിടെ പ്രായോഗികമല്ല, അടിമ സമ്പ്രദായമില്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ റഹീമിനുള്ള ബാധ്യത 2 മാസം അഥവാ 60 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കലാണ്. 60 ദിവസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കലാണ് ഉത്തരവാദിത്വം ഉള്ളത്, ബാധ്യതയുള്ളത്. ഈ 60 ദിവസത്തിൽ നിന്ന് ശറഅ് അനുവദിക്കുന്നതല്ലാത്ത എന്തെങ്കിലും കാരണത്താൽ ഒരു ദിവസം വിട്ടുപോയാൽ തുടർച്ച മുറിയും, വീണ്ടും ആവർത്തിക്കേണ്ടി വരും. ആ നിലയിൽ തുടർച്ചയായി 60 ദിവസം നോമ്പ് അനുഷ്ഠിക്കേണ്ട ബാധ്യത കൂടി താങ്കൾക്കുണ്ട്. റഹീമെ, അതിനൊക്കെ പുറമെ അബദ്ധവശാൽ സംഭവിച്ച കൊലപാതകമാണോ അല്ല മനഃപൂർവ്വം ചെയ്തതാണോ എന്നത് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചിട്ട് അള്ളാഹുവിനെ പേടിക്കണം. കാരണം മനഃപൂർവ്വമാണെങ്കിൽ അത് മഹാപാതകമാണ് താങ്കൾ ചെയ്തിട്ടുള്ളത് റഹീമെ, വലിയ കുറ്റമാണ്. വമൻ ഖതല നഫ്സ, ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ലോകത്തെ മുഴുവൻ ജനങ്ങളെയും കൊന്നതിന് തുല്യമാണ് റഹീമെ. അത്രയും വലിയ മഹാപാതകമാണ് കൊലപാതകം. അത് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുക, തൗബ ചെയ്ത് മടങ്ങുക. ഇവിടെ വലിയ താരപരിവേഷം കാണിച്ച്, ഒരു വീരപരിവേഷം കാണിച്ച്, ഒരു വീരേതിഹാസം രചിച്ച ഒരു മനുഷ്യനെപ്പോലെ ഈ നാട്ടിലുടനീളം സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സമുദായത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ പോയി സന്ദർശിച്ച്
വലിയ ചരിത്രം സൃഷ്ടിക്കാൻ സമയം ചെലവഴിക്കുന്നതിന് പകരം പടച്ചറബിലേക്ക് തൗബ ചെയ്ത് മടങ്ങി കണ്ണുനീരൊലിപ്പിച്ച് ചെയ്തു പോയ തെറ്റിന് ഖേദിച്ച് മടങ്ങുക റഹീമെ, അതാണ് പരലോകത്ത് നിനക്ക് ഉപകരിക്കുകയുള്ളൂ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ലാഹു തആല നല്ലത് ചെയ്യാൻ റഹീമിന് തൗഫീഖ് നൽകട്ടെ. അതിനാൽ തൗബക്കൊരുങ്ങുക. 60 ദിവസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കുക. പ്രായശ്ചിത്തമായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞുവല്ലോ. അതിനാൽ ഇത്തരം കാട്ടിക്കൂട്ടലുകളൊക്കെ മതിയാക്കി മോൻ വീട്ടിലിരിക്കുക. എന്നിട്ട് നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് തൗബ ചെയ്ത് അള്ളാഹുവിനോട് പാപങ്ങൾ പൊറുപ്പിച്ച് ഒരു മനുഷ്യനായി ജീവിക്കുക. റഹീമെ, അതാണ് നിനക്കുത്തമം.